ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കല്യാണം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കൊന്നും ബസ്സിൽ ഇറങ്ങിയിട്ടില്ല. അത് ചേച്ചിയുടെ കൂടെ ഒരാവശ്യത്തിന് പോയതാ. പക്ഷെ അതല്ലാതെ ഞാൻ മാത്രമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവാണ്. സാധനങ്ങളൊക്കെ എന്താന്ന് എനിക്ക് വഴിയെ കാണിച്ചു തരാം. പക്ഷെ അതിലുപരി ഞങ്ങൾ മാത്രം പോവാണ്. അതും ഞങ്ങൾ ബസ്സിനാണ് പോണത്. അത് പറയാൻ കാരണം കല്യാണം കഴിഞ്ഞാൽ പിന്നെ മിക്കതും ഒന്നില്ലെങ്കിൽ വീട്ടിലേക്ക് പോവാ, അല്ലെങ്കിൽ പുറത്തെല്ലാവരും കൂടെ പോവാ. അത്രേ ഉള്ളൂ ഞങ്ങളൊരു യാത്ര എന്ന് പറയാൻ കിട്ടുക. അതൊന്നില്ലെങ്കിലും വണ്ടിയിലായിരിക്കും. ഉണ്ണികളായ പിന്നെ കാറിലായിരിക്കും കൂടുതലായിട്ടും. അതല്ലാതെ ബസ്സിന് അങ്ങനെ പോവാറില്ല കേട്ടാ. വീടും അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരലാണ് ഇവരുടെ പതിവ്. ബസ്സിന് പോവാണ്. കഴിഞ്ഞ ദിവസം പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഇപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെ ബസ്സിന് ഞങ്ങളൊക്കെ ബസ്സിന് വെച്ച് പോകുന്നത്. അതല്ല, പോവാറില്ല. ആവശ്യങ്ങൾ അങ്ങനെ വരാറില്ല. എന്തിനായാലും ഇവരാക്കി തരാറാണ് പതിവ്. അതെ, അതത് ശരി. അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ 2 വീലറിൽ ഞങ്ങൾ 3 പേരും പടച്ചു പോയേനെ. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോവാണ്. വാലന്റൈൻസ് ഡേ ഒക്കെ വരല്ലേ. അപ്പോൾ ഒരു കുഞ്ഞ് ഞങ്ങളെ കൊണ്ട് ആ രീതിയിലുള്ള സർപ്രൈസൊക്കെ കൊടുക്കാൻ പോവാണ്. അല്ല, ഇവർ വിചാരിക്കും സർപ്രൈസും ഗിഫ്റ്റൊക്കെ. അതല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെ ഹാപ്പിനെസ്സാണ്. നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യാം. ഇതൊക്കെയല്ലേ ലൈഫ് ഈസ് ഷോർട്ട് ആൻഡ് അല്ലേ. ലീവ് പിന്നെ നമ്മുടെ അഞ്ജു ചേച്ചിക്ക് എവിടെ പോകുമ്പോഴും 2 മിഠായി കൈ പിടിക്കണ്ട. അത് ബസ്സിൽ പോകുമ്പോഴായാലും വണ്ടിക്ക് പോകുമ്പോഴായാലും കാറിൽ പോകുമ്പോഴായാലും അതങ്ങോട്ട് ശീലമായി. ഒരു മിഠായി, അതായത് എനിക്ക് ഛർദ്ദിക്കാൻ വരും എന്നുള്ളൊരു തോന്നലാണ്. അതുകൊണ്ടൊരു മിഠായി വാങ്ങിച്ച് വായിലിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആയിരിക്കും. അപ്പം ഞങ്ങൾ നടക്കുന്നത് അമ്പലനടയേക്കാണ്. അവിടുന്ന് ബസ് കയറാം. അവിടെ കുറേ ബസ്സുണ്ട്. ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ഷാജി, പിന്നെ എന്താ വലിയ പറമ്പിലൊക്കെ ആയിട്ട് കൊടുങ്ങല്ലൂർക്ക് ഒത്തിരി ബസ്സുണ്ട്. അപ്പോൾ എനിക്ക് അറ്റത്തിരിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഒഴുകി പോകും. വളവൊക്കെ വരുമ്പോൾ. അപ്പം അഞ്ചു എന്നെ കളിയാക്കി നോക്കിത്തു അവിടെ ശരിക്കും പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ നീ ഇപ്പുറത്തിരിക്കുന്നവർ കളി. എനിക്ക് സത്യം എന്താ പേടിയാണ്. പ്രത്യേകിച്ച് ഞാൻ KSRTCയിലൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇവരും ഇങ്ങനെ കെടുത്തി വളയ്ക്കുമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ പോകും, വളഞ്ഞ്. അപ്പം ഞാൻ വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടായിരിക്കുമോ, കുറച്ച് വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ സീറ്റിൽ തന്നെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമായിരിക്കുന്നു. പക്ഷെ അത് വെറും തോന്നലാണ്. ചില ബസ്സുകളിൽ കുറച്ച് ചെരിവ് കൂടുതലായിരിക്കും, അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞങ്ങൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ മേടിക്കണം, എവിടേക്കൊക്കെ പോകണം. ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ട്. അതിൽ ആദ്യം എവിടേക്ക് പോകണമെന്ന് ബസ്സിലിരുന്ന് പ്ലാൻ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ലബാമ്പയിൽ പോകാൻ വിചാരിച്ചു. അതായത് ചേട്ടന്മാർക്കൊക്കെ ഷർട്ട് പിടിക്കാനായിട്ട്. ചേട്ടൻ ആകെ ഒരു ഷർട്ട് നോക്കണുള്ളൂ. കാരണം ഇപ്പോൾ ബർത്ത്ഡേക്ക് ആയിട്ട് കുറച്ചധികം അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലായിടത്തേക്കും പുതിയ ഷർട്ട് ഇട്ടിട്ടാണ് പോവുക. അപ്പോൾ നീൽ ചേട്ടനാണെങ്കിൽ ഇപ്പോൾ ഷർട്ടൊന്നും പഠിത്തമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഒരു 2-3 ഷർട്ട് ഒരു അഫോർഡബിൾ റേറ്റിന് നോക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് നമ്മൾ കമ്പനിയാണ്. ചേട്ടന്മാരെ കൂടെ ആയാലും നമ്മൾ തനിയായാലും ഞാൻ വരാറുണ്ട് ഇവിടെ എടുക്കാനായിട്ട്. അപ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ് ഏതെടുക്കും. ഞാൻ ചെന്നപ്പോൾ തന്നെ ചോദിക്കും ഇപ്പോൾ കൂടുതൽ പോണത് ഏതാ, അല്ലെങ്കിൽ കുറച്ച് വണ്ണം കൂടുതൽ തോന്നിക്കുന്ന മെറ്റീരിയൽ ഏതാ, അങ്ങനെയായിട്ടാണ് ഞാൻ ചോദിക്കുക. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കാണിച്ചിരുന്നപ്പോൾ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ടോ, ആൾക്കൊരു വൈറ്റ് ഉണ്ട്. അപ്പോൾ അത് വേണ്ട. പിന്നെ ഈ ഒരു മെറൂൺ എനിക്ക് ഇഷ്ടമായിട്ടോ. ആ മെറൂൺ കളർ അധികം ഇല്ല, റെഡിനുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ഉള്ളൊരു പയ്യനെ വെച്ച് നോക്കിയപ്പോൾ അവന് നോക്കിയാന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു ആഷ് കളർ എനിക്ക് ഇഷ്ടമായി. അതുമ്പോൾ ഒരു ചെറിയൊരു ത്രെഡ് വർക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാലോചിക്കും ഇതിട്ട് എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ അവിടെ ചേട്ടൻ്റെ ഹൈറ്റുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും ഞാൻ. കറക്റ്റ് സൈസ് ആയിരുന്നെങ്കിൽ കൂടിയും ചില മെറ്റീരിയൽ കുറച്ചുകൂടി ചെറുതായിട്ട് തോന്നിക്കും. അല്ലെങ്കിൽ ചില ബ്രാൻഡിൻ്റെ ലാർജ് എടുത്താൽ ചിലപ്പോൾ മീഡിയത്തിൻ്റെ ഒരു സൈസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് XL സൈസിലാണ്. കാരണം ഇവിടുത്തെ XL ലാർജിൻ്റെ ഒരു വലിപ്പം ഉണ്ടാവുള്ളൂ. സോ ഈ ഒരു 3 എണ്ണമാണ് ഞാൻ ഷർട്ടിൽ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്രീനും റെഡ് ഒരു ആഷ് കളർ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കണക്ക് കൂട്ടിയിട്ട് എല്ലാതും നല്ല സൂപ്പറായിരിക്കുമെന്നാണ്. പിന്നെ എൻ്റെ കൂടെ അവൻ എടുത്തു തന്ന അവനും പറഞ്ഞു ചേട്ടൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ ചേട്ടനത് സൂപ്പറായിരിക്കും, ഫോട്ടോ കണ്ടിട്ട് അവൻ പറഞ്ഞിട്ടുണ്ട് ഇത് ചേട്ടൻ ഹൈറ്റ് കൊള്ളാമല്ല, ചേട്ടൻ സൂപ്പറൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അഞ്ചു ആണെങ്കിൽ ഒരു ലാവൻഡർ കളറുള്ളത് ഇത് ഷർട്ടാണ് മേടിച്ചേട്ടോ. അങ്ങനെ ഇവിടെ നമ്മൾ ബില്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ കൽപ്പകയ്ക്ക് പോവാണ്. കാരണം വേറൊരു ഡ്രസ്സ് മേടിക്കാനുണ്ട്. പിന്നെ അഞ്ജുന് ധാവണിക്ക് 2 ധാവണിക്ക് ഷോൾ നോക്കാനുണ്ട്. അവളുടെ ഉള്ള ധാവണിയുടെ ഷോൾ കുറച്ച് ലെങ്ത്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ ഷോൾ നോക്കാനുണ്ട്. പിന്നെ വേറൊരു കുട്ടിക്ക്, അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം, കുട്ടിക്ക് നമുക്ക് ഡ്രസ്സ് എടുക്കാനുണ്ട്. ചെയ്യേണ്ടി വരുമോ അത്? കുഴപ്പമില്ലല്ലോ. 5 കുറച്ച് മോഡായിട്ടല്ലേ പറഞ്ഞ പോലെ.
എവിടത്തെയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി മുണ്ട് നോക്കണം കേട്ടോ. അതായത് അച്ഛനും ചേട്ടനാണ് വീട്ടിൽ കൂടുതലും മുണ്ടെടുക്കുക. ഇപ്പോഴായി പിന്നെ നീൽ ചേട്ടനും മുണ്ടെടുക്കുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പാൻറ്റിന് പകരം കൂടുതലായിട്ട് മുണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതങ്ങോട്ട് നോക്കണം. അഞ്ചിൻ്റെ അത് ഈ ഒരു ധാവണിക്കാണ് നമ്മൾ ഷാള് നോക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ വെച്ചിട്ട് അതിൽ നിന്ന് ഒരു ഊഹം വെച്ചിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ബ്ലാക്ക് ഷാളും എടുത്തിട്ടുണ്ട്. ഇതൊരു ഷിഫോൺ മെറ്റീരിയലോ അങ്ങനെ എന്തോ എന്നാണ് പറഞ്ഞത്. കേടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ അമ്മയ്ക്ക് പല്ലടിപ്പിക്കാനായിട്ട് കൊടുങ്ങല്ലൂർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ ഞങ്ങൾ വിളിച്ചു കേട്ടോ. കാരണം ഈ ഒരു കിറ്റൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് ബസ്സിന് പോകണ്ടേ. ആ കിറ്റ് കൊണ്ട് പോകണമെന്നല്ല, വേറെ കുറച്ച് സാധനങ്ങളും മേടിക്കാനുണ്ട്. അപ്പോൾ ഹെവി ആവില്ല എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. ആദ്യം വിചാരിച്ചു വേണോ അച്ഛൻ ഡയറക്റ്റ് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ വേറെ 1-2 കടകളും കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരുടെ കയ്യിലൊന്ന് കിറ്റാവില്ല, അങ്ങോട്ട് മാറ്റി പിടിക്കാനും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. അപ്പം മുണ്ടെടുക്കാനൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഒരു 500, 600, 700 ആ ഒരു റേഞ്ചിലുള്ള മുണ്ടുകളാണ് നോക്കുന്നത്. അവിടെ 2000-ൻ്റെയും 3000-ൻ്റെ ഒക്കെ മുണ്ടുകൾ കണ്ടു. അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരേപോലെ ഇരിക്കും, പക്ഷേ ക്വാളിറ്റിയിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും. ആ ചേട്ടൻ ഞങ്ങളോട് പറയുന്നത് ഇത് 2500-ൻ്റെയാണ്, ഇത് വേണ്ട ചേട്ടൻ ഒരു 600-700 റേഞ്ചിലുള്ള മുണ്ടുകൾ മതി. അതാകുമ്പോൾ അടിച്ചു പൊളിച്ച് കൊടുക്കുകയും ചെയ്യും. ഈവൻ അത് കേടായിട്ടുണ്ടെങ്കിൽ തന്നെയും നമുക്ക് അടുത്ത് വേറെ മേടിക്കാമല്ലോ. അങ്ങനെ ഈ ഒരു 2 മുണ്ടും എടുത്തിട്ടുണ്ട്. ഏട്ടന് അതും അനിൽ ചേട്ടൻ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഉണ്ണികൾക്ക് വേണ്ടിയിട്ടും ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുണ്ട് നോക്കുകയാണ് കാശിക്കുട്ടന് വേണ്ടിയിട്ട്. അല്ലൂല അതിനു ഇന്നാളൊരു വർക്ക് വന്നിട്ട് അതിൻ്റെ മുണ്ടിരിക്കുന്നുണ്ട്, അതിന് ഷർട്ട് ഇരിക്കുന്നുണ്ട് രാംരാജിൻ്റെ. അപ്പോൾ നമ്മുടെ കാശിക്കുട്ടന് ഈ ഒരു മുണ്ട് നോക്കിയിട്ടുണ്ട്. അവന് പിന്നെ ഒരു ഷർട്ട് നോക്കണം, ഒരു കല്യാണ രാമൻ ലുക്കുള്ളൊരു ഷർട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പില്ലേ, കല്യാണത്തിന് തന്നെ ഇടുന്ന ഒരു ടൈപ്പില്ലേ. അപ്പോൾ അതിൽ ഈ ഒരു സെറ്റിൽ കുറേ കളേഴ്സിൻ്റെ നോക്കിയെടുത്തോളാൻ പറഞ്ഞപ്പോഴും അവന് സ്യൂട്ടായിട്ടുള്ളതും പിന്നെ അവൻ ആ ഒരു 3-3.5 വയസ്സിനുള്ളിൽ കിട്ടിയതും ഒരു യെല്ലോ ആണ് കേട്ടോ. നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു കണ്ടായി. യെല്ലോ ഒരു കൂടെ ആ ഒരു സെറ്റായിട്ട് വരുന്നതാണ് ആ മുണ്ടും ഷർട്ടും. ഷർട്ടുമ്മിൻ്റെ ഒരു ഭാഗത്തും നമ്മുടെ കഥകളിയുടെ ഇതൊക്കെ ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു, നൈസായിരുന്നു. അവനിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അവൻ കുറച്ചുകൂടി സൈസും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൻ എല്ലാ ഡ്രസ്സും അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളിത് ഫിക്സ് ആക്കിയത് ബില്ല് ചെയ്യാൻ നിൽക്കുകയാണ്. അയ്യോ നൈസായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ബില്ല് ചെയ്ത് വന്നപ്പോൾ പൊട്ടി പഴയ സൈക്കായ്സ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേറൊരു പ്ലാൻ ഉണ്ട്. ഞങ്ങൾക്ക് നേരെ തൊട്ടടുത്തുള്ള പ്രസത്തി കയറണം. അവിടുന്ന് ഞങ്ങൾക്ക് ഹാമ്പർ വാങ്ങിക്കണം. ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ഗിഫ്റ്റ് അതായത് വാങ്ങിച്ച എല്ലാ സംഭവങ്ങളും നമ്മൾ കുത്തിത്തിരിക്കതിൽ വെക്കാൻ പോകുന്നത്. നല്ല ഭംഗിയിൽ അറേഞ്ചൊക്കെ ചെയ്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഹാമ്പേഴ്സൊക്കെ മുകളിലാണെന്ന് പറഞ്ഞു, ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. അതായത് നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന നിങ്ങൾ പേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അതിലവർ വെക്കില്ലേ ഇങ്ങനെ മിഠായും പിന്നെ ഫ്ലവേഴ്സും ഷർട്ടൊക്കെ പാക്ക് ചെയ്തിട്ട് ഒരു ബോക്സിൽ വെക്കില്ലേ, അതിലാണ് നമ്മൾ ഹാമ്പേഴ്സ് എന്ന് പറയാം. അത് എല്ലാവർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു കേട്ടോ. അത് റെഡിമെയ്ഡ് ആയിട്ടും വരുന്നുണ്ട്. അത് പിന്നെ നമുക്ക് വേറെ ഫിക്സ്ഡും ആക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പേപ്പർ പോലത്തെയും വരുന്നുണ്ട്. ഇത് റെഡിമെയ്ഡ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇതിന് അത്യാവശ്യം റേഞ്ച് ഉണ്ട്, 300-400 ഉണ്ട്. അപ്പോൾ അഞ്ചു ആ ഒരു ലാവൻഡർ കളർ വാങ്ങിച്ചു 300 സംതിങ് ആയിരുന്നു. ഞാനപ്പോൾ ഒരു റെഡ് ടൈപ്പ് ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ട് ഈ ഒരു റെഡ്, അത് നമുക്കങ്ങനെ ആ ഒരു ബോക്സ് ടൈപ്പ് ആക്കാം. ഞാൻ അത് വാങ്ങിച്ചു, അത് 220 സംതിങ് ആയിരുന്നു കേട്ടോ. 1 ടൈം യൂസ് അല്ല, അപ്പോൾ ഞാൻ അത് മേടിച്ചു. പിന്നെ ഇതേപോലത്തെ ഒരു ബോക്സും മേടിച്ചിട്ടുണ്ട്. നമ്മൾക്ക് വേറെ പ്ലാൻ ഉണ്ട്, ക്യാഷ്യൂ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന്, ഡേറ്റ്സ് ഒക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് കൊടുക്കാമല്ലോ. കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്താണ് യൂസ്ഫുൾ ആവുന്നത്, അതല്ലാത്ത ഫ്ലവേഴ്സ്, ചോക്ലേറ്റ്സ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളല്ല നോക്കുന്നത്. ഇപ്പോൾ ജിമ്മിന് പോകുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പും എന്നും കഴിക്കുന്നതാണ്. അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ആയിട്ട് ഷേക്ക് അടിക്കുന്നതൊക്കെയാണ്. അപ്പോൾ എന്നും അത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഐറ്റം വാങ്ങിച്ച് നമുക്ക് കഴിക്കാമല്ലോ. അങ്ങനെ അത് പഠിക്കാൻ ഞങ്ങൾ ആദ്യം വിചാരിച്ചു അജ്ഫാനിലേക്ക് പോകാനായിട്ട്. ഇവിടുന്ന് ബസ് പിടിച്ചു, അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് ബസ് അടിച്ച് കിട്ടും താങ്ങി അടക്കേണ്ടതെന്ന് വെച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിട്ട് ഇങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴുണ്ടാ ഞങ്ങളുടെ ഓപ്പോസിറ്റ് തന്നെ പുതിയൊരു ഷോപ്പ് ഇനാഗ്രേറ്റ് ചെയ്താൽ കേട്ടോ. അപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈശ്വര ഭഗവാനെ നന്ദി. കാരണം ഈ ഒരു ഉച്ച നേരത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണ്ടേന്ന് വിചാരിച്ച് ഞങ്ങൾ വിഷമിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഒരു 3:30 നേരത്തെ തന്നെ തിരിച്ചും ഒരു സ്കൂൾ വിട്ട് വരുന്നേക്ക് ഞങ്ങൾ എത്താൻ വേണ്ടേ. അപ്പം എന്തായാലും നന്നായി. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ക്യാഷ് മേടിച്ചു, പിന്നെ ബദാം മേടിച്ചു, പിന്നെ ചേട്ടന് പീനട്ട് ഇഷ്ടം, അപ്പം മസാല പീനട്ട് മേടിച്ചു. പിന്നെ ചേട്ടന് ഫിഗ് എന്നാണ് പറയാം, ഫിഗ് തന്നെയല്ല, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ്, അത് മേടിച്ചു. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ചെറിയ പീസ് ഞാനും മേടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും വയറ് പൊരിഞ്ഞു തുടങ്ങി. 2:15 എങ്ങാണ്ടായിരുന്നു രാവിലെ. എന്തോ കുഞ്ഞു കഷ്ണം പുട്ട് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഭയങ്കര വിശന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ചേട്ടാ ഞങ്ങൾ ഇവിടെ കവർ വെച്ചിട്ട് തൊട്ട് ബാഗിലുള്ള കേട്ടവളിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടനൊക്കെ അറിയാം, നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ അനിയനൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ കിറ്റ് വെച്ചിട്ട് നമ്മൾ നേരെ ഫുഡ് അടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു. കേട്ടവളിൽ എന്തിനാണ് വരുന്നത്, മന്തി കഴിക്കുക എന്നാൽ 5ൻ്റെ കൂടെ കൂടിയപ്പോൾ ഞാൻ കേട്ടോ മന്തി കഴിച്ചു തുടങ്ങിയത്. അല്ലെങ്കിൽ എനിക്ക് മന്തി വലിയൊരു പ്രിയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഷവായ മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഷവായ അല്ല ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം പോയിട്ട് ഷവായ കഴിച്ചതുകൊണ്ട് അൽഫാം മന്തി പറഞ്ഞു, 5 ഷവായ മന്തി പറഞ്ഞു. അപ്പോഴേക്കും ചത്തുവിട്ട, കാരണം വിശപ്പ് ഏകദേശം ഇരുന്നു. അപ്പോൾ നമുക്ക് അധികം ഒന്നും കഴിക്കാൻ പറ്റില്ല. വിശന്ന ആ സമയത്ത് എന്ത് കിട്ടുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ല.
അങ്ങനെ വേസ്റ്റ് ഒന്നും ആക്കിയില്ല കേട്ടോ, അത് കഴിച്ചു. ഇനി നമ്മൾ നേരെ ബസ് പിടിച്ച് വീട്ടിൽ പോവുക. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈഡേ വൈകിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് സാറ്റർഡേ ആണ് ഇത് വരുന്നത് വാലന്റൈൻസ് ഡേ വരുന്നത്. ഫ്രൈഡേ വൈകിട്ട് കൊടുക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ വീഡിയോ ഇരുന്ന് ചെയ്യാനൊക്കെ ഞങ്ങൾ തളർന്നു. കറക്റ്റ് 3:30 ഞങ്ങൾ വീടെത്തും. അപ്പോഴേക്ക് പിള്ളേർ വരും, വീണ്ടും തുടങ്ങാം അടി ഇടി ബഹളം. നാളെ ക്ലാസ്സില്ല, പണിമുടക്കാണ്.